ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലൂടെയുള്ള ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നേർവസ് സിസ്റ്റത്തെ കുറിച്ചുള്ള പ്രധാന പോയിന്റ്സ് ആണ് ഈ ക്ലാസ്സിൽ ഉള്ളത്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം നാഡീകോശം. ഏറ്റവും വലിയ കോശം അണ്ഡകോശം. നാഡീകോശത്തിലെ നീളം കൂടിയ തന്തു ആക്സോൺ. ആക്സോൺ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്തിന്റെ നിറം തിളങ്ങുന്ന വെള്ള നിറം. മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്ന കോശം ശ്വാൻ കോശം. നാഡികൾ തമ്മിൽ ബന്ധിക്കുന്ന ഭാഗം സിനാപ്സ്. മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം 1.4 കിലോഗ്രാം അഥവാ 1400 ഗ്രാം. കപാലത്തെ കുറിച്ചുള്ള പഠനം ക്രനോളജി. മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന അസ്ഥികളുടെ കൂട്ടം കപാലം. മസ്തിഷ്കത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം മെനിഞ്ചസ്. മെനിഞ്ചസിൽ കാണപ്പെടുന്ന ദ്രാവകം സെറിബ്രോ സ്പൈനൽ ദ്രവം. മെനിഞ്ചസിൽ ഉണ്ടാവുന്ന അണുബാധ മെനിഞ്ചൈറ്റിസ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളായ ബുദ്ധി, ഓർമ്മ, ഭാവന, ചിന്ത എന്നിവ നിയന്ത്രിക്കുന്നത് സെറിബ്രം. പഞ്ചേന്ദ്രിയങ്ങൾ വഴിയുള്ള ആവേഗങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രം. വേദനയെ നിയന്ത്രിക്കുന്നത് സെറിബ്രം. സെറിബ്രത്തിലെ സംസാരത്തെ നിയന്ത്രിക്കുന്ന ഭാഗം ബ്രോഡ്കാസ്റ്റ് ഏരിയ. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം സെറിബെല്ലം. തുലനനില പരിപാലിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. മദ്യം പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. പേശി ഏകോപനം നടത്തുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കട്ട. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കട്ട. അനിശ്ചിക പ്രവർത്തനങ്ങൾ ഹൃദയമിടിപ്പ്, നാഡിമിടിപ്പ്, ചുമ, തുമ്മൽ, ഛർദി, കണ്ണ് ചിമ്മൽ. റിലേ സെന്റർ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം തലാമസ്. ആവേഗങ്ങളെ കൈമാറ്റം ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം തലാമസ്. വേദന സംഹാരികൾ അനാൽജസിക് മെഡിസിൻസ് പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം തലാമസ്. മനുഷ്യ ശരീരത്തിലെ ഏക ന്യൂറോക്രൈൻ ഗ്രന്ഥി ഹൈപ്പോതലാമസ്. മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്ലാൻസ് ഹൈപ്പോതലാമസ്. ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. വിശപ്പ്, ദാഹം, സ്നേഹം, സുഖാനുഭൂതി എന്നിവ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. മനുഷ്യ ശരീരത്തിലെ എല്ലാ ഗ്രന്ഥികളുടെയും നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഓക്സിറ്റോക്സിൻ, വാസോപ്രസിൻ. പ്രസവ പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺ ഓക്സോടോക്സിൻ. ജലത്തിന്റെ പുനരാകിരണത്തെ സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ. ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിൻ. വാസോപ്രസിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. മൂത്രത്തിലൂടെ ജലം നഷ്ടമാകുന്ന അവസ്ഥ ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. സുഷുമ്ന നാഡിയുടെ നീളം 43 മുതൽ 45 സെന്റിമീറ്റർ. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുമ്ന നാഡി. ആകെ നാഡികളുടെ എണ്ണം 43 പെയർ. മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാഡി ശിരോനാഡികൾ. ശിരോനാഡികളുടെ എണ്ണം 12 പെയർ. സുഷുമ്ന നാഡികളുടെ എണ്ണം 31 പെയർ. മൂന്നാം ശിരോനാഡി എന്നറിയപ്പെടുന്നത് ഒക്കുലോർ മോട്ടോർ നാഡി. 12ാം ശിരോനാഡി എന്നറിയപ്പെടുന്നത് കോക്ലിയർ നാഡി. സംവേദ നാഡി. ആവേഗങ്ങളെ അവയവങ്ങളിൽ നിന്നും മസ്തിഷ്കത്തിലോ സുഷുമ്നയിലോ എത്തിക്കുന്നു. പ്രേരക നാഡി. മസ്തിഷ്കത്തിൽ നിന്നോ സുഷുമ്ന നാഡി നിന്നോ ഉള്ള ആവേഗങ്ങളെ അവയവങ്ങളിൽ എത്തിക്കുന്നു. ഉദാഹരണം നാഡി, ഒക്കുലോർ മോട്ടോർ നാഡി. 11ാം ശിരോനാഡി പ്രേരക നാഡിയാണ്. സമ്മിശ്ര നാഡി. സംവേദ നാഡിയായും പ്രേരക നാഡിയായും പ്രവർത്തിക്കുന്നു. 10ാം ശിരോനാഡി വാഗസ് നാഡി സമ്മിശ്ര നാഡിയാണ്. 10ാം ശിരോനാഡി എന്നറിയപ്പെടുന്നത് വാഗസ് നാഡി.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡി. എല്ലാ സുഷുമ്ന നാഡികളും സമ്മിശ്ര നാഡികളാണ്. അൽഷിമേഴ്സ്. സെറിബ്രൽ കോർട്ടക്സിലെ കോശകങ്ങളുടെ നാശം മൂലമുണ്ടാകുന്ന രോഗം. അപസ്മാരം. മസ്തിഷ്കത്തിലെ ക്രമവിരുദ്ധമായ വൈദ്യുത ഡിസ്ചാർജിന്റെ ഫലമായി ഉണ്ടാവുന്നത്. പാർക്കിൻസൺസ്. പേശി പ്രവർത്തനങ്ങളുടെ ഏകോപനം നിയന്ത്രിക്കാൻ പറ്റാതെ വരിക. സെറിബ്രൽ ത്രോംബോസിസ്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ. സെറിബ്രൽ ഹെമറേജ്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ. നെർവസ് സിസ്റ്റത്തെ കുറിച്ചുള്ള പോയിന്റ്സ് ഇത്രയുമാണ്. താങ്ക് യു.